പ്രഭാസും മോഹൻലാലും അക്ഷയ് കുമാറും തുടങ്ങുന്ന വമ്പൻ താരനിര ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം. ഇതിൽ തന്നെ എല്ലാവരും അതിഥി റോളുകളിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. ഈ ചിത്രത്തിൽ ഇവരെ അതിഥി റോളായിട്ട് എത്തിക്കുമെങ്കിലും അവർക്കൊരു മാസ് പരിവേഷം കൊടുക്കുക തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. കാരണം ഓരോ ഇൻഡസ്ട്രിയിലും എത്തുമ്പോൾ അവർക്ക് വേണ്ട ആ സൂപ്പർ താരങ്ങളെ ഗംഭീര രീതിയിൽ അവതരിപ്പിക്കുക. ഗംഭീര രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ജയിലർ പോലൊരു ചിത്രം നമ്മളെ കാണിച്ചു തന്നിരുന്നു. നെൽസൺ ദിലീപ് കുമാർ ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ വരവും അനിരുദ്ധിന്റെ ബിജിഎമ്മും ഒക്കെ ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ ആഘോഷത്തോടെ സ്വീകരിച്ചത്. അതുപോലെ ഒന്ന് തന്നെയാണ് കണ്ണപ്പയിലും എത്തുന്ന മോഹൻലാൽ എന്നാണിപ്പോൾ പറയാൻ കഴിയുന്നതും. എന്നാൽ പ്രഭാസിനേക്കാളും മികച്ച ഇൻട്രോ ആയിരിക്കും മോഹൻലാലിന്റേത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് വിശ്വസിക്കണം എന്ന് തന്നെയാണ് സ്റ്റീഫൻ ദേവസിയുടെ വാക്കുകൾ. കാരണം സ്റ്റീഫൻ ദേവസിയാണ് കണ്ണപ്പ എന്ന ചിത്രത്തിൽ സംഗീതജ്ഞനായി എത്തുന്നതും. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സംഗീതജ്ഞനാണ് സ്റ്റീഫൻ ദേവസി. കീബോർഡ് പ്രോഗ്രാമറാണ് സ്റ്റീഫൻ ദേവസി തന്റെ കരിയർ ആരംഭിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സ്റ്റീഫൻ സാധിച്ചു. സംഗീത സംവിധായകനായും സ്റ്റീഫൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിഷ്ണു മഞ്ജു നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയുടെ സംഗീതം നിർവഹിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. പ്രഭാസ്, അക്ഷയ് കുമാർ എന്നിവർക്ക് പുറമെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും കണ്ണപ്പയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഗെറ്റപ്പ് വലിയ ചർച്ചയായിരുന്നു. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സ്റ്റീഫൻ ദേവസി. ഇപ്പോൾ മോഹൻലാലിനായി താൻ ഗംഭീര ബീജിയമാണ് ഒരുക്കിയതെന്ന് സ്റ്റീഫൻ പറയുന്നുണ്ട്. മലയാളം ഫ്ലേവർ കൊണ്ടുവരാൻ 60-ലധികം ചെണ്ടകൾ വെച്ച് ഒരു ഗംഭീര ബീജിയമാണ് ഒരുക്കിയതെന്ന് സ്റ്റീഫൻ ദേവസി കൂട്ടിച്ചേർക്കുന്നു. പ്രഭാസിന് പോലും അത്ര പവർഫുൾ ബീജിയം ഇല്ലായിരുന്നെന്നും അത് കേട്ട ശേഷം മറ്റ് ആർട്ടിസ്റ്റുകളുടെ ബീജിഎമ്മിൽ റീവർക്ക് ചെയ്യേണ്ടി വന്നെന്നും സ്റ്റീഫൻ ദേവസി പറയുന്നുണ്ട്. ചിത്രത്തിലെ നായകൻ വിഷ്ണു മഞ്ജുവാണ് തന്നോട് അത് നിർദ്ദേശിച്ചത് എന്നും ബീജിയം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായെന്നും സ്റ്റീഫൻ ദേവസി പറയുകയുണ്ടായി. പാൻ ഇന്ത്യൻ സിനിമയാണെങ്കിലും മോഹൻലാലിന്റെ ഇൻട്രോയ്ക്ക് ഒരു മലയാളിത്തം തോന്നുമെന്നും സ്റ്റീഫൻ ദേവസി പറയുന്നുണ്ട്. കണ്ണപ്പയുടെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റീഫൻ ദേവസിയുടെ ഈ വാക്കുകൾ. ലാലേട്ടൻ ഈ പടത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇൻട്രോയ്ക്ക് ചെണ്ടയൊക്കെ വെച്ചിട്ടുള്ള ബീജിയം കൊടുക്കാൻ വിഷ്ണുവാണ് തന്നോട് സജസ്റ്റ് ചെയ്തത്. അത് നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നി. അങ്ങനെ 60 ചെണ്ടയൊക്കെ വെച്ച് ഒരു കിടിലൻ ബീജിയം ഒരുക്കിയിട്ടുണ്ട്. മലയാളം ഫ്ലേവർ കൊണ്ടുവരാനാണ് ചെണ്ട ഉപയോഗിച്ചത്. പ്രഭാസിനെ പോലെ ലോകോത്തര സ്റ്റാറുകൾ ഉണ്ടെങ്കിലും അവർക്കില്ലാത്ത കിടിലൻ ബീജിയമാണ് ലാസാറിന് കൊടുത്തത്. അത് കേട്ടപ്പോൾ വിഷ്ണുവിനൊക്കെ ഇഷ്ടമായി. പിന്നീട് ബാക്കി ആർട്ടിസ്റ്റുകളുടെ ബിജിഎമ്മിൽ റീവർക്ക് ചെയ്യേണ്ടി വന്നുവെന്നും സ്റ്റീഫൻ ദേവസിയുടെ വാക്കുകൾ. ഇതൊക്കെ കൂടാതെ മലയാളത്തിൽ ഒരു സർപ്രൈസ് സിനിമ കൂടി വരാൻ പോവുകയാണ്. സർപ്രൈസ് സിനിമ എന്ന് പറയുന്നത് തമിഴകത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ശിവകാർത്തികേയൻ മലയാളത്തിലേക്ക് എത്തുന്നു എന്നതാണത്. തമിഴിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാളാണ് ശിവകാർത്തികേയൻ. ചാനൽ അവതാരകനായി കരിയർ തുടങ്ങിയ ശിവകാർത്തികേയൻ ചെറിയ വേഷങ്ങളിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത്. നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം വൻ വിജയമായി. പിന്നീട് വളരെ വേഗത്തിൽ തമിഴിലെ മുൻനിരയിൽ സ്ഥാനം പിടിക്കാൻ ശിവകാർത്തികേയന് സാധിച്ചു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അമരനിലൂടെ ടയർ 2-ലെ 1ാം സ്ഥാനവും ശിവകാർത്തികേയൻ സ്വന്തമാക്കി. മലയാളത്തിൽ നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് ശിവകാർത്തികേയൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ താരത്തിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. മലയാളത്തിലെ പ്രോമിസിംഗ് സംവിധായകരിൽ ഒരാളായ ജൂഡ് ആന്റണി ജോസഫിന്റെ ചിത്രത്തിലൂടെയാകും ശിവകാർത്തികേയന്റെ മോളിവുഡ് എൻട്രി എന്ന് തമിഴിലെ മുൻനിര യൂട്യൂബ് ചാനലായ വലൈപ്പേജ് റിപ്പോർട്ട് ചെയ്തു. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഡ്രാഗൺ, ലവ് ടുഡേ എന്നീ ഹിറ്റുകൾ ഒരുക്കിയ AGS എന്റർടൈൻമെന്റ്സ് ആകും ചിത്രം നിർമ്മിക്കുക എന്നും വലൈപ്പേജ് പറയുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളായ ആര്യയാകും ചിത്രത്തിലെ വില്ലനായി എത്തുകയെന്നും റൂമറുകളുണ്ട്. തമിഴിലും മലയാളത്തിലുമായി ആകും ചിത്രം ഒരുങ്ങുക.